ഗൈസ്, നമ്മൾ ഇന്നിവിടെ ഞായരത്തോട് പാലം കാണാൻ വന്നിരിക്കുകയാണ്. ഇതാ കണ്ടോ, അവർ രണ്ടുപേരും നടന്നു പോകണത് കണ്ടോ. ഇവിടെ എന്തോ ഒരു കുന്ത്രാണ്ടുണ്ട്. ഇതെന്താണെന്ന് ഇതുവരെ എനിക്ക് മനസ്സിലായിട്ടില്ല. ഇതെന്താമ്മ? ഇതെന്താണ് ഈ സാധനം? സ്വിങ്സ് സെറ്റർ എന്നൊക്കെ എഴുതിച്ചിട്ടുണ്ട്. സ്വിങ് സെറ്റർ എന്താവട്ടെ. ഇത് കണ്ടാ ഇവിടെ കാട്ടിച്ചിരിക്കണത്? ഇവിടെ ഇങ്ങനെ വണ്ടികൾ പോകാൻ ഇരിക്കാൻ വേണ്ടി കാട്ടിച്ചതാണ്. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ കൂന്നിട്ട് വേണം ഇറങ്ങാൻ. അപ്പോൾ നമ്മളിവിടെ എത്തും. ഇനി നമുക്ക് ഇതിലൂടെ നടന്ന് പോയി കഴിഞ്ഞാൽ പാലം ഫുള്ള് കാണാം. നമുക്ക് പോവാം. ഓക്കെ, ഇനി നമ്മൾ ഫുള്ള് പാലം ഇങ്ങനെ താണ്ടി പോകും. കണ്ടോ പോകുന്നത്? കണ്ടോ? ഓരോരുത്തരും ഇനി ഇങ്ങനെ വരും. യെസ്, ഓരോരുത്തരും അവിടെ നിന്ന് ഇങ്ങനെ വരുന്നുണ്ട്. പഞ്ചായത്തിലത്തെ ജോലി കഴിഞ്ഞിട്ട് വരുന്ന ആളുകളാണത്. മമ്മീൻ്റെ ഒരു കമ്പനിക്കാരത്തിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയം കൊണ്ട് നമുക്കിവിടെ നിന്ന് കഥ പറയാം. ഓക്കെ, ബാക്കിൽ കുറേ ആൾക്കാർ വരുന്നുണ്ട്. ഇവിടെ കേട്ടോ, അയാൾ നമ്മളെ നോക്കും. എന്താ പറയുക, ഞാൻ വ്ളോഗ് എടുക്കണ്ട. പിന്നെ വഞ്ചി കണ്ടോ ഗൈസ്? വഞ്ചി പോകുന്നത് കണ്ടോ? വാവ്, വണ്ടർഫുൾ. ഒരാളതവിടെ 6 പാക്ക് ഒക്കെ ആയിട്ട് തുഴയണ്. ഭയങ്കര തുഴയല. സോ ഗുഡ്. ഇവിടെ നല്ല സീനറി ആട്ടോ. പക്ഷെ ഇതൊന്നും ഫോണിൽ ക്ലിയർ ആയിട്ട് കിട്ടണില്ല എന്ന് തോന്നുന്നു. ഉമ്മാന്റെ കഥ പറയൽ കഴിഞ്ഞിട്ടുണ്ട്. എന്ത് നിറയെ കാണാൻ വന്ന ആൾക്കാരാണ്. 5-6? ഏതാ 5-6? ഇവരൊക്കെ ഉണ്ടെങ്കിൽ 5-6 തോന്നി. അങ്ങനെയാണ് അപ്പൊ കാര്യങ്ങളുടെ കിടപ്പ് വശം. സ്വസ്ഥായിട്ട് വീഡിയോ വ്ളോഗ് എടുക്കാം. എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാരും മണി അടിക്കണം. 2 പ്രാവശ്യം അടിക്കണം. അപ്പോഴേ ഞങ്ങളിതൊക്കെ കിട്ടുള്ളൂ. അതെ അതെ അതെ, മണി അടിക്കണം. പിന്നെ അടിക്കണം. പിന്നെ ഇത് ചെയ്യണം, ഇത് ചെയ്യരുത്. അതെ, അതൊക്കെ ചെയ്യണം. അല്ലോ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇഷ്ടപ്പെട്ടിട്ട് ഇങ്ങോട്ട് വന്ന് കണ്ടതാണ്. ഇതൊക്കെ ചെയ്യോണ്ടി. ഇത് വൈറലാവുന്ന, ഇത് വൈറലായി കാൽമലാവാതിരുന്നാ മതി. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പ് വശം. നോക്കി കണ്ടെല്ലാരും പാലത്തിന്മേൽ കൂടെ നടക്കുക, അല്ലെങ്കിൽ തട്ടിവിക്കും. പിന്നെ എല്ലാരും കയറൊക്കെ ഉണ്ട്. അപ്പൊ കയറ് തടഞ്ഞു നിൽക്കണ്ട. അതെ, നോക്കി ബാങ്ക് കൊടുക്കണ്ട അവിടെ നിന്നിട്ടാ. നമുക്ക് ഉണ്ടാക്കാം. സത്യം പറഞ്ഞാൽ ഇതൊന്നും കൽപ്പിച്ചൂട്ടി പറഞ്ഞ കാര്യങ്ങളല്ല കേട്ടോ. ഇത് വെറുതെ ഞാനൊരു വീഡിയോ എടുത്തപ്പോൾ അതിൽ ജസ്റ്റ് സംസാരിച്ചതാണ്, നമ്മളിങ്ങനെ സംസാരിക്കുന്ന പോലെ. പക്ഷേ ഇതിങ്ങനെ ഇടുന്നോ അല്ലെങ്കിൽ ഒന്നും അറിയില്ല. എനിക്ക് തന്നെ ചാനലുണ്ടെന്നോ ഒക്കെ ഉമ്മക്കൊരു ഡൗട്ടുണ്ട്. പക്ഷെ എനിക്ക് ചാനലൊന്നും ഇല്ല. ഞാൻ ഇത് വെറുതെ എടുത്തതാണ്. ജസ്റ്റ് പറ്റിയാലിടാം, ഇല്ലെങ്കിൽ ഇടണ്ട എന്നുള്ളൊരു രീതിയിൽ. അപ്പോൾ എന്തായാലും അങ്ങനെയാണ് കാര്യങ്ങൾ. ഇതൊക്കെ തമാശയ്ക്ക് പറഞ്ഞ കാര്യങ്ങളാണ്. ആരും സീരിയസ് ആയിട്ട് കാണരുത്. അപ്പോൾ പാലത്തിൻ്റെ സെൻറ്ററാണ് ഈ റാ വെച്ചിരിക്കുന്നത് അല്ലേ? അപ്പം ഈ റാ വേറെ എവിടെയും വെക്കൂല. അതെന്ത് പണിയാണ്? ഇപ്പം നമ്മൾ ശരിക്ക് സെൻറ്ററിലെത്താനായി. ഇത്രയും ദൂരം നമ്മൾ താണ്ടി വന്ന് യെസ് നടക്കുകയാണ്.
പോകാണ് ഞങ്ങൾ പോകാണ്, പാലം കണ്ടിട്ട് പോകാണ്, പെരേലേക്ക് പോകാണ്. അങ്ങനെയാണ് കാര്യങ്ങൾ. ഓക്കെ, കണ്ട ഗൈസ്, സെൻട്രലാണ് ഈ ഒരു സുനാപ്പി ഉള്ളത്. നമ്മളെ ടീംസിനെ പറ്റിയാണ് പറയുന്നത്, പൊട്ടിത്തെറിപ്പുള്ള കുട്ടികളെന്ന്. അനുവിനെ കൊടുത്താൽ മതി, ശരിയാണ്. അതിന് കൂടെ തൂങ്ങി പിടിച്ച് എത്തേണ്ട അടുത്തൊക്കെ എത്തും. സെൻട്രല് തൂണാണിത്. ഫോണ് പോകുന്നുള്ള പേടിയിലാണ്. മാവേലിക്ക് ഉണ്ടാക്കിയ തൂണ് കാണണം. മാവേലിക്ക് ഉണ്ടാക്കിയ കൊട പോലും. അപ്പം ഇനിയും ഇതിമ പണി നടത്താനുണ്ട്. യാ, അതിനാണ് ഈ സംഭവം ഇട്ടിക്കണേ അല്ലേ. എന്നിട്ട് അവിടെ പെയിൻ്റ് അടിക്കും. കൊള്ളാം. ഈ സാധനം അങ്ങനെ നീക്കി വെച്ചിട്ട് എല്ലായിടത്തും പെയിൻ്റ് അടിക്കും. അപ്പം അതൊരിതാണ്. പെരേലകളിലൊക്കെ ലൈറ്റുകൾ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ബാങ്ക് കൊടുത്ത് ഇരുടായി. എങ്ങണ്ട് അപ്പുറത്തേക്കല്ലേ? അത് ശരിയാണ്. അപ്പോൾ സെൻറ്ററാന്ന് പറഞ്ഞിട്ട്, അപ്പോൾ ശരിക്കും സെൻറ്റർ അല്ലേ? അതേപോലെ തന്നെ ഉള്ളൂ ഇവിടെ. അപ്പം ഞങ്ങളിപ്പോൾ ഇവിടെ സെൻറ്ററൊക്കെ കഴിഞ്ഞ്, ഇതെന്താണിത് വെള്ളപ്പാണ്ട് പിടിച്ചായിട്ടുണ്ടല്ലേ? സെൻറ്ററൊക്കെ കഴിഞ്ഞ് പോവാണ്. അപ്പുറത്തേക്ക് കുറച്ച് ദൂരം ഉള്ളൂ എന്നാണ് ഉമ്മയുടെ വാഗ്വാദം. നമുക്ക് നോക്കാം അല്ലേ ഗൈസ്. ഇവിടെ എല്ലാവരും പറയുന്നത് എല്ലാ റോഡുകൾക്കും വികസനം വരും. അതെ, റോഡുകൾക്കും പാലങ്ങൾക്കും വികസനം വരും. കാവിലക്കാടൊക്കെ ആകെ മാറി മറിയും എന്നുള്ള മട്ടിലാണ് ആളുകളുടെ സംസാരം. ഓരോരുത്തരും തള്ളുന്നത് കണ്ടാൽ നമ്മൾ നെട്ടിപ്പോകും. അവിടെ ഒരു തന്തപ്പൊടി നിൽക്കണണ്ട, അയാൾ വമ്പൻ തള്ളിലാണ്. ഉമ്മക്കതൊന്നും കണ്ടിട്ട് സഹിക്കണില്ല. അപ്പൊ ശരിക്കും ഇങ്ങനെ അവര് ഈ വ്ലോഗ് എടുക്കുന്ന ആൾക്കാരൊക്കെ ചെയ്യണത് ഇങ്ങനെ നടന്ന് ഇങ്ങനെ വർത്താനം പറയാന്ന് വെച്ച് കഴിഞ്ഞാ, അത് ഞാനൊക്കെ എത്ര വ്ലോഗ് കണ്ടിക്കണ്. അങ്ങനെ വെറുതെ നടക്കുമ്പോ ഇങ്ങനെ വർത്താനം പറയാ, ആൾക്കാരെ നോക്കുമ്പോ ഒരു സുഖമൊക്കെ. അങ്ങനെ ഇതിലൂടെ വേണം നമ്മൾ കിഴിഞ്ഞിറങ്ങാൻ വേണ്ടിയിട്ട്. ഇത് വെച്ചേക്കുന്നത് അതിൽ കൂടെ ഒരു ഇടണ്ടല്ലേ? ഓക്കെ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഇത്. നമ്മൾ ഇതിൽ കൂടെ ഇങ്ങനെ ഇറങ്ങിയിട്ട് ഇങ്ങനെ പോകും. എന്നിട്ട് അവിടെ നമ്മളെ വണ്ടി ഇട്ടിക്കണം. നമുക്ക് അവിടെ പോയിട്ട് വണ്ടി എടുത്തിട്ട് പോവാം. നമ്മളെ വണ്ടി അവിടെ ഉണ്ട്, കണ്ടോ?